നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അക്ക, ചോദിക്കുന്നതിൽ തെറ്റൊന്നും തോന്നരുത്. അക്ക എന്തിനാ കരയുന്നത്? ഏയ്, ഒന്നുമില്ല. എന്നാലും ചെറിയൊരു ഭയം, സങ്കടം. അദ്ദേഹം അവളെയും കൊണ്ട് പോയത് മാണിക്യമംഗലം എന്ന വീട്ടിലേക്കാ. അദ്ദേഹത്തിന്റെ ആജന്മ ശത്രു ഒരു വിശ്വനാഥനെ കാണാൻ. എന്തിനാ അയാളെ കാണുന്നത്? ഈ വിശ്വനാഥനാ പണ്ട് നമ്മളെ അലമേലുവിനെ തട്ടിയെടുത്ത് ഒരുപാട് കാലം സ്വന്തം പെങ്ങളാണെന്ന് കളവ് പറഞ്ഞ് വളർത്തിയത്. എനിക്കൊന്നും മനസ്സിലാവണില്ല. ആർക്കും അത്ര പെട്ടെന്നൊന്നും അത് മനസ്സിലാവില്ല. അതൊക്കെ ഒരുപാട് വലിയ കഥകളാ. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണെന്ന് തോന്നിയോണ്ടാ ദാക്ഷായണോട് മാത്രം ഞാൻ മനസ്സ് തുറന്നത്. വിശ്വസിക്കാം, ചതിക്കില്ല. അലമേലു ചെട്ടിയാർ വീട്ടിലെ പെണ്ണാണെന്ന് അവള് പോലും ഇതുവരെ വിശ്വസിച്ചിട്ടില്ല. അതവള് വിശ്വസിക്കണമെങ്കിൽ അയാള് പറയണം, ആ വിശ്വനാഥൻ. അയാളെ കൊണ്ട് പറയിക്കാനാ അയ്യാ പോയിരിക്കുന്നത്. അയാള് പറയോ? അതാ എന്റെയും പേടി. അയാള് പറഞ്ഞില്ലെങ്കിൽ അയാളെ. അക്കങ്ങനെ പേടിക്കാതെ. ഒന്നും സംഭവിക്കില്ല. അയാള് പറയും. സത്യം പറയുന്നോണ്ട് അയാൾക്ക് എന്താ നഷ്ടം? അയാൾക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ട്. അതൊന്നും പറഞ്ഞ ദാക്ഷായണിക്ക് മനസ്സിലാവില്ല. പ്രാർത്ഥിക്ക്, അപകടമൊന്നും കൂടാതെ അവർ മടങ്ങി വരാൻ. പ്രാർത്ഥിക്കാം, മനസ്സുരുകി ഞാൻ പ്രാർത്ഥിക്കാം. എന്റെ കൂടി ആവശ്യമാണല്ലോ. എന്താ എന്താ പറഞ്ഞേ? അല്ല, ഞാനിപ്പോ ചെട്ടിയാരി വീട്ടിലൊരു അംഗമാണല്ലോ. അപ്പോ ഇവിടെ എല്ലാവരും നന്നായിരിക്കേണ്ടത് എന്റെ കൂടെ ആവശ്യമാണല്ലോ. പിന്നെ എനിക്കുണ്ടല്ലോ അക്ക ഈ പ്രായത്തിലൊരു മോള്. തലേക്കാവിൽ അമ്മയ്ക്ക് ഞാനൊരു മുഴുക്കാപ്പ് നേരാം. പിന്നെ മണ്ണാർശാലയിലും വെട്ടിക്കോട്ടും ഓരോ 100 പാലും. സത്യദൈവങ്ങളാ, വിളിച്ചാ വിളിപ്പുറത്താ, കൈവിടില്ല. നീ നല്ല മനസ്സുള്ളവളാ ദാക്ഷായണി. നിന്റെ പ്രാർത്ഥനയാവും ദൈവം ആദ്യം കേക്ക്. പ്രാർത്ഥിക്ക്. ചെട്ടിയാർ വീടിന്റെ സർവ്വ ഐശ്വര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്ക്. ദാക്ഷായണി, എന്താക്ക? നിനക്ക് എന്തൊക്കെ പായസങ്ങൾ ഉണ്ടാക്കാൻ അറിയാം? എല്ലാം അറിയാം. എന്നാ നമുക്ക് പാലട പ്രഥമനെ ഉണ്ടാക്കിയാലോ? പിന്നെന്താ? അവര് വിജയിച്ച് മടങ്ങി വരുമ്പോ സന്തോഷം പങ്കിടാൻ ഒരു ചെറിയ ആഘോഷം. എന്താ? ആയിക്കോട്ടെ.